ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് നവംബർ 28 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കോസ്റ്റ് ഗാർഡിന്റെ സാരസ് 24 എന്ന എക്സസൈസ് കൊച്ചിയിൽ സി അനന്തരാമകൃഷ്ണനെ ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ്. ഇന്ത്യൻ റെയിൽവേ 90% ബ്രോഡ്ഗേജ് ഇലക്ട്രിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആരംഭിച്ചു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് നവംബർ 28 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് കോസ്റ്റ് ഗാർഡ് ടു ഹോൾഡ് സാരസ് 24 ഇൻ കൊച്ചി ഫ്രം നവംബർ 27 to 30. കോസ്റ്റ് ഗാർഡ് നവംബർ 27 മുതൽ 30 വരെ കൊച്ചിയിൽ സാരക്സ് 24 നടത്തും. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. അപ്പൊ സാരക്സ് എന്നാൽ എന്താണ്, അതുപോലെ തന്നെ എന്നാണ്, എവിടെയാണ് ഈ ഒരു എക്സസൈസ് നടക്കുന്നത്, നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് ആൻഡ് വർക്ക്ഷോപ്പിന്റെ സാരക്സ് 24 11ാം പതിപ്പ് ആരാണ് നടത്തിയത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ICG. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു എക്സസൈസ് ആണ് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ്, അതായത് സാരക്സ് 24. ഇതിന്റെ 11ാം പതിപ്പാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സാരക്സ് 24. നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് ആൻഡ് വർക്ക്ഷോപ്പിന്റെ 11ാം പതിപ്പ് ഏത് സ്ഥലത്താണ് നടന്നത്? കൊച്ചി. ഇപ്പൊ കൊച്ചിയിലാണ് സാരക്സ് 24 എന്ന് പറയുന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് നടന്നിട്ടുള്ളത്. ഇത് നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. 2024 നവംബർ 27 മുതൽ 30 നവംബർ വരെ കൊച്ചിയിൽ നടക്കുന്ന സാരക്സ് 24ന്റെ തീം എന്താണ്? എൻഹാൻസിംഗ് SAR capabilities ത്രൂ റീജിയണൽ കൊളാബറേഷൻ. പ്രാദേശിക സഹകരണത്തിലൂടെ SAR കഴിവുകൾ മെച്ചപ്പെടുത്തുക. SAR എന്നാൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് ആണ്. അതായത് നമുക്കറിയാം, സമുദ്രത്തിൽ വരുന്ന ഓരോ അപകടങ്ങളും അതുപോലെ തന്നെ അതിനെ മുൻകൂട്ടി കാണാനും അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനും ഉള്ള ഒരു തരത്തിലുള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എക്സസൈസ് ആണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചിയിൽ ഈ കഴിഞ്ഞ നവംബർ 27 മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് നവംബർ 30 വരെ നടക്കും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ICG ഏത് സംഘടനയുമായി സഹകരിച്ചാണ് സാരസ് 24 നടത്തിയത്? നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബോർഡ്. ഇപ്പൊ നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബോർഡ് എന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഒരു ഓർഗനൈസേഷനും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ട് ലോക്കൽ ഏരിയയിലെ സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള സാരസ് 24 എന്ന എക്സസൈസ് കൊച്ചിയിൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. NIIST ഡയറക്ടർ സി അനന്തരാമകൃഷ്ണൻ വിൻസ് ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് 2024. NIIST ഡയറക്ടർ സി അനന്തരാമകൃഷ്ണൻ 2024 ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് നേടി. അപ്പൊ ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഹെഡിംഗ് ആണത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് 2024 തിരഞ്ഞെടുത്തത് ആരെയാണ്? സി അനന്തരാമകൃഷ്ണൻ. ഇപ്പൊ ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. ഇതിൽ സി അനന്തരാമകൃഷ്ണനാണ് ഈ പ്രാവശ്യം ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം ഡയറക്ടർ ആരാണ്? സി അനന്തരാമകൃഷ്ണൻ. ഇപ്പൊ NIIST എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് തിരുവനന്തപുരത്താണ്. ഇതിന്റെ ഡയറക്ടർ ആണ് സി അനന്തരാമകൃഷ്ണൻ. അദ്ദേഹത്തിനാണ് ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് 2024 ലഭിച്ചിട്ടുള്ളത്. 2024 ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് ഏത് മേഖലയിലാണ് സി അനന്തരാമകൃഷ്ണൻ ലഭിച്ചത്? ഭക്ഷ്യസുരക്ഷ, സുസ്ഥിരത, ആരോഗ്യ സംരക്ഷണം. ഫുഡ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ആയി ബന്ധപ്പെട്ടാണ് സി അനന്തരാമകൃഷ്ണനെ ടാറ്റ ട്രാൻസ്ഫോർമേഷൻ പ്രൈസ് 2024 ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി അതിന്റെ ഡയറക്ടർ ആണ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ റെയിൽവേ ഇലക്ട്രിഫൈസ് 97% ഓഫ് ഇറ്റ്സ് ബ്രോഡ്ഗേജ് നെറ്റ്വർക്ക്. ഇന്ത്യൻ റെയിൽവേ അതിന്റെ ബ്രോഡ്ഗേജ് നെറ്റ്വർക്കിന്റെ 90% വൈദ്യുതീകരിക്കുന്നു. ഇതൊരു വാർത്തയാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച്, ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ്ഗേജിനെ കുറിച്ച്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 27 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ റെയിൽവേ ബ്രോഡ്ഗേജിന്റെ എത്ര ശതമാനം വൈദ്യുതീകരിച്ചു? മൊത്തം നെറ്റ്വർക്കിന്റെ 97%.
ഇപ്പൊ 97% ഓഫ് ഇന്ത്യൻ ബ്രോഡ്ഗേജ് ഇപ്പോൾ ഇലക്ട്രിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് വലിയൊരു നേട്ടം തന്നെ പറയാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട റൂട്ട് ആയിട്ടുള്ള ബ്രോഡ്ഗേജിന്റെ പെർസെന്റേജ് ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ളത് 97%. അപ്പൊ ബ്രോഡ്ഗേജിന്റെ വീതി എത്രയാണ്? ഇന്നിപ്പോൾ നമുക്കറിയാം നാരോ ഗേജ്, മീറ്റർ ഗേജ്, ബ്രോഡ്ഗേജിന്റെ വീതി എന്ന് പറയുമ്പോൾ 1.676 മീറ്റർ ആണ്. അതായത് 5 അടി 6 ഇഞ്ച്. The width of broad gauge railway track is 1.676 meter, that is 5 feet 6 inch. 2023-24 കാലയളവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് ലൈനിന്റെ ഒരു ദിവസത്തെ ശരാശരി വൈദ്യുതീകരണം എത്രയാണ്? 19.7 കിലോമീറ്റർ പെർ ഡേ. അതായത് ഒരു ദിവസം 19.7 കിലോമീറ്റർ നീളത്തിലാണ് ഇന്ത്യൻ റെയിൽവേ അത് ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് ഇന്ത്യൻ റെയിൽവേ ഇത് കേവലം ഒരു 13 മുതൽ 14 കിലോമീറ്റർ വരെയാണ് ഇലക്ട്രിഫൈ അത് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 19.7 കിലോമീറ്റർ ആണ് ഒരു ദിവസത്തെ ഇലക്ട്രിഫിക്കേഷൻ ശരാശരി. ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇക്വിപ്മെന്റ്സ് ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇലക്ട്രിഫിക്കേഷൻ. ഇതുമൂലം തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ നിന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും 97% ഇത് ഇലക്ട്രിഫൈ ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. 2024 നവംബർ 27 റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ എത്ര കിലോമീറ്റർ ബ്രോഡ്ഗേജ് വൈദ്യുതീകരണം നടത്തി? 45,200 റൂട്ട് കിലോമീറ്റർ. അതായത് 45,200 റൂട്ട് കിലോമീറ്റർ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വലിയൊരു നേട്ടം തന്നെ പറയാൻ സാധിക്കും. 97% ഓഫ് ഇന്ത്യൻ റെയിൽവേ ബ്രോഡ്ഗേജ് ഇതിപ്പോൾ ഇലക്ട്രിഫൈഡ് ആണ്. ഇതിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായിട്ടും എൻജിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെല്ലാം നമുക്കറിയാം ഇലക്ട്രിക്കൽ എൻജിൻസ് ആണ് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ വൈദ്യുതീകരണ റിപ്പോർട്ട് 2024 നവംബർ 27 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ മിനിസ്റ്റർ ആണ് അശ്വിനി വൈഷ്ണവ്. അദ്ദേഹമാണ് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി നവംബർ 27 ഇന്നലെ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ തന്നെ 97% ഓഫ് ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ്വർക്ക് ഇപ്പോൾ ഇലക്ട്രിഫൈ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 45,200 കിലോമീറ്റർ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അമരരാജ ഇൻഫ്ര ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ഇൻ ലേ ഫോർ NTPC ലിമിറ്റഡ്. NTPC ലിമിറ്റഡിനായി അമരരാജ ഇൻഫ്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ ലേയിൽ ആരംഭിച്ചു. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അമരരാജ ഇൻഫ്ര എന്ന സ്ഥാപനമാണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ലേ ലഡാക്ക്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ഇത് ആരംഭിച്ചിട്ടുള്ളത് ലേ ലഡാക്കിലാണ്. NTPC ലിമിറ്റഡിനായി ലേയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ ആരംഭിച്ചത് ആരാണ്? അമരരാജ ഇൻഫ്ര. അപ്പൊ അമരരാജ ഇൻഫ്ര എന്ന സ്ഥാപനമാണ് NTPCക്ക് വേണ്ടി, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആരംഭിച്ചിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 25 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന ബസ് ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഡൽഹി. ഇപ്പൊ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ബസ് ആരംഭിച്ചു. ഇത് ഡൽഹിയിലാണ്. 2023 സെപ്റ്റംബർ 25 ലഡാക്കിലെ ലേയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷന്റെ ഉൽപാദന ശേഷി എത്രയായിരിക്കും? പ്രതിദിനം 80 കിലോ. അപ്പോൾ ഒരു ദിവസം 80 കിലോ ഹൈഡ്രജൻ ഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യൂവൽ സ്റ്റേഷൻ ആണ് ലേ ലഡാക്കിൽ അമരരാജ ഇൻഫ്ര NTPCക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സൈക്ലോൺ ഫെങ്കൽ അപ്രോച്ചസ് തമിഴ്നാട്, ഹെവി റെയിൻ ലൈക്ലി സ്കൂൾസ് കോളേജ്. ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലേക്ക് അടുക്കുന്നു, കനത്ത മഴയ്ക്ക് സാധ്യത, സ്കൂളുകളും കോളേജുകളും അടച്ചു. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിലെ ഒരു വാർത്തയാണ്, അതായത് തമിഴ്നാട്ടിൽ പുതിയൊരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 28 ഇന്ത്യയുടെ ഏത് തീരപ്രദേശത്താണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുക? തമിഴ്നാട് തീരം. ഇപ്പൊ തമിഴ്നാട് കോസ്റ്റൽ ഏരിയയിലേക്കാണ് ഇപ്പോൾ പുതുതായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ള ഫെങ്കൽ എന്ന ആ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നത്. ഏത് കടലിലാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്?
തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ. ഇന്ന് മിക്കവാറും എല്ലാ ചുഴലിക്കാറ്റ് ഈ വർഷം ഇതിന്റെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഫെങ്കൽ എന്ന ഈ ഒരു ചുഴലിക്കാറ്റും ഇതും രൂപാന്തരപ്പെട്ടിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ്. ചുഴലിക്കാറ്റ് ഫെങ്കൽ എന്ന പേര് നൽകിയത് ആരാണ്? സൗദി അറേബ്യ. ഇപ്പൊ സൗദി അറേബ്യയാണ് ഈ പ്രാവശ്യം സൈക്ലോൺ ഫെങ്കൽ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ പ്രകാരമാണ്. 2000-ലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം, അതായത് ഓരോ ചുഴലിക്കാറ്റിനും രാജ്യങ്ങൾ ആണ് ഓരോ പേര് നൽകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഫെങ്കൽ എന്ന ചുഴലിക്കാറ്റിനെ പേര് നൽകിയിട്ടുള്ളത് സൗദി അറേബ്യയാണ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ അവസാനത്തെ ഒരു കറണ്ട് അഫേഴ്സിന്റെ ഹെഡിംഗ് ആണിത്. മിനിസ്ട്രി ഓഫ് മൈൻസ് വിൻസ് ഗോൾഡ് ഫോർ എക്സലൻസ് ഇൻ ഡിസ്പ്ലേ ഔട്ട് ഓഫ് 49 മിനിസ്ട്രീസ് അറ്റ് IITF 2024. IITF 2024-ലെ 49 മന്ത്രാലയങ്ങളിൽ പ്രദർശനത്തിലെ മികവിന് ഖനി മന്ത്രാലയം സ്വർണം നേടി. ഇപ്പൊ IITF എന്നാൽ എന്താണ്? ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ. IITF-ൽ 49 മിനിസ്ട്രീസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഖനി മന്ത്രാലയം സ്വർണം കരസ്ഥമാക്കി. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-ലെ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പ്രദർശിപ്പിച്ച മികവിന് 1-ാം സ്ഥാനം ലഭിച്ചത് ഏത് മന്ത്രാലയത്തിന്റെ പവലിയനാണ്? ഖനി മന്ത്രാലയം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ട്രേഡ് ഫെയർ എന്ന് പറയാൻ സാധിക്കും ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പവലിയൻ ഇതിന് ലഭിച്ചിട്ടുള്ളത് ഖനി മന്ത്രാലയത്തിനാണ്. 49 മിനിസ്ട്രീസ് പങ്കെടുത്തിട്ടുള്ള ഒരു ട്രേഡ് ഫെയർ ആയിരുന്നു. ഇതിലാണ് ഖനി മന്ത്രാലയത്തിന് ദ ബെസ്റ്റ് പവലിയൻ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ 2024 നവംബർ 14 മുതൽ 27 വരെ നടന്നത് ഏത് സ്ഥലത്താണ്? ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഇപ്പൊ ന്യൂഡൽഹിയിലെ പ്രകൃതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിലാണ് ഈ കഴിഞ്ഞ നവംബർ 14 മുതൽ 27 വരെ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടന്നിട്ടുള്ളത്. ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ 2024 സംഘടിപ്പിച്ചത് ആരാണ്? ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ, ITPO. ഇപ്പൊ ITPO എന്നാൽ ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നവംബർ 14 മുതൽ 27 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. IITF 2024-ൽ ആഗോള നിക്ഷേപത്തിനും വ്യാപാരത്തിനുമുള്ള വളർന്നു വരുന്ന കേന്ദ്രമായി സംസ്ഥാനത്തെ പ്രദർശിപ്പിച്ചതിന് അഭിമാനകരമായ സ്വർണ്ണ മെഡൽ നേടിയ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. IITF എന്ന ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ 49 മിനിസ്ട്രീസും അതുപോലെ തന്നെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഒരു ട്രേഡ് ഫെയർ ആയിരുന്നു. ഈ ട്രേഡ് ഫെയറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന സംസ്ഥാനം എന്ന ലെവലിലെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ എത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഒരു ഫെയർ ആണ് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടത്തുന്നത്. ഇതനുസരിച്ച് UP ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന ലെവലിൽ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളിന്ന് 22 ക്വസ്റ്റ്യൻസ് ജനറൽ നോളേജ് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.